എന്തുകൊണ്ടാണ് ഞാൻ ഇരുൾ അനാർക്കിയിൽ ഇല്ലാത്തത്? അതിനു മുമ്പ് ഇരുൾ എന്നാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 3 ദിവസം മുമ്പ് ക്യുഫിയും ക്യുഫിയുടെ ടീമും ചേർന്ന് ഒരു പബ്ലിക് സെർവർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഇരുൾ അനാർക്കി. സോ ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെയാണ്. ഞാനും ഇരുൾ അനാർക്കിയിൽ ജോയിൻ ആയിട്ടുണ്ട്. സോ വെൽക്കം ടു ഇരുൾ അനാർക്കി. സോ ഇതാണ് നമ്മുടെ ബേസ്. സോ ഇത് ഞാൻ ഇപ്പം സെറ്റാക്കിയതാണ്. കുറച്ച് എന്തുവാ അടിയിൽ വെള്ളമാണ്, വേറെ വിഷയമില്ല. സോ അത് ഞാൻ ഇപ്പം കുറച്ച് നേരം മുമ്പ് ഇത് ഫുള്ളൊന്ന് സെറ്റാക്കിയതാണ്. അതൊരു 1.5 മണിക്കൂർ എടുത്ത്. സോ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അത് മാത്രമല്ല, ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടി വേറെ സമയം എടുത്തു. ഇത് കുറേ അകലെയാണ്, അത്യാവശ്യം കുറേ അകലെയാണ്. ഞാൻ ഇപ്പം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും വീഡിയോ കണ്ട് എങ്ങാണ് സ്ഥലം മനസ്സിലായി ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ മൂഞ്ചും. അപ്പം എൻ്റെ സ്കിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് മറ്റേ ക്രാക്ക്ഡ് ഇതായതുകൊണ്ട്, ക്രാക്ക്ഡ് അക്കൗണ്ട് ആയതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സ്കിന്ന് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഇത് ആരാന്ന് എനിക്കറിയത്തില്ല ഇത്. സോ അതൊന്ന് നമുക്ക് സെറ്റാക്കണം. ഇതിൻ്റെ അകത്ത് ഇതെന്തോടെ സോ ഇപ്പം നമ്മൾ ഇത്ര മാത്രമേ സെറ്റാക്കിയുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ 4 ചെസ്റ്റൊക്കെ വെച്ച് പിന്നെ ഞാനിവിടെ ചെറിയൊരു ഫാമിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ഇത്ര ആക്കി സെറ്റ് ആക്കിയിട്ടുള്ളൂ. സോ അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ബ്രീഡർ സെറ്റ് ആക്കണം. ആ ബ്രീഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ വേറെ സംഭവം കാണിച്ചില്ല. സോ ഇവിടെ വന്നാൽ നിങ്ങൾ കാണാം, ഞാനിവിടെ 2 വില്ലേജസിനെ ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, ഈ സെർവറിലെ ചിലപ്പോൾ ഫസ്റ്റത്തെ 2 വില്ലേജർ ആയിരിക്കും. സോ നമുക്ക് വില്ലേജും കിട്ടി, ഒരു ഔട്ട് പോസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടം അങ്ങനത്തെ സംഭവത്തിൻ്റെ കാര്യത്തിലൊന്നും വിഷയമില്ല. എടാ എണ്ണ നോക്കാം, ഞാൻ ഒറ്റയാടി വെച്ചെന്നുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. സോ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തൊരു ബ്രീഡർ സെറ്റ് ആക്കണം. സോ ബ്രീഡർ സെറ്റ് ആക്കണം, ഇനി അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. സോ ടാബി എനിക്ക് ഇവിടെ 30 പേരെ കളിക്കുന്നുള്ളൂ. ഇവർ ഈ സെർവർ ഉണ്ടാക്കി വെച്ച സില്ലിഗൈ ഉണ്ട്. നമുക്ക് ടീംമേറ്റ് ഒന്നും ഇല്ല. ചിലപ്പോൾ ഞാനിങ്ങനെ സിംഗിളായിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ നോക്കാം, പറ്റുവാണെങ്കിൽ ഞാൻ വലിയ ടീംമേറ്റിനെ ഇറക്കാം. സോ നമുക്ക് നോക്കാം. ഉയ്യോ ദൈവമേ, വന്നതൊരു കേവിലായി പോയി. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പണിയേണ്ട വരും. കുറച്ച് അയൺ ഉണ്ട്, അയൺ കൊത്തിയെടുത്തേക്കാൻ ആവശ്യം വരും. ഒക്കെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഒരു അയൺ ആർമറും ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. സോ അതിൻ്റെയും കൂടെ കുറച്ച് കുറവുണ്ട്, അതും കൂടെ ഉണ്ടായി സെറ്റ്. ഞാൻ ഡ്രാഗനൊക്കെ കൊല്ലാൻ പോകണം. ഡ്രാഗനെ കൊല്ലുമ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കും എനിക്ക് ഡ്രാഗനൊക്കെ കിട്ടുമെന്ന്. കാരണം ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 95% ഞാൻ ഡ്രാഗനൊക്കെ കൊണ്ടുപോകാൻ നോക്കും. കാരണം അതിനൊരു ചെറിയ ട്രിക്കൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഈ സെർവർ എത്ര പേർക്ക് അറിയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ മൂഞ്ചും, കാരണം മൊത്തം അടിയായിരിക്കും. സോ ഇതിൻ്റെ കയറാനുള്ള ഒരു ഇന്ത്യ അതാണ് ഇത്. സോ അവിടെ എന്തൊക്കെയുണ്ട്, തിളങ്ങുന്നുണ്ട്. ഡയമണ്ട്, ഡയമണ്ട് എനിക്ക് വയ്യ. പക്ഷേ ഈ ഡയമണ്ട് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. മറ്റേ ഇതായതുകൊണ്ട് അയൺ ഏജിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ബേസിൻ്റെ തൊട്ടടി തന്നെയുണ്ട് ഇത്. സോ ഇനി കേവൊക്കെ കണ്ടുപിടിച്ച് അവർ വരുവാടെ. അതുകൊണ്ട് അടുത്ത ഡയമണ്ട് എനിക്ക് വയ്യ. അടിപൊളി. അപ്പോൾ ഒരു 3.5 സ്റ്റാക്ക് ഡയമണ്ട്, 3 സ്റ്റാക്കല്ല, ഒരു 3 ഡയമണ്ടൊക്കെ കിട്ടും. അത് നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. കാരണം നമുക്ക് യുവമാർ ഇവിടെ ഉണ്ടാക്കല്ലേ, ആ കാര്യം ഞാൻ പറഞ്ഞു. ഭാഗ്യ യുവമാർ വരാത്തത്. അതിനുശേഷം ഞാൻ ഒരു ബ്രീഡർ തട്ടിക്കൂട്ടി. സോ അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
20 സോ നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ ആർമറൊക്കെ സെറ്റാക്കാൻ പറ്റുമായിരിക്കും. ഒരു ഇത് ഇപ്പോൾ അത്ര സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അല്ലല്ല, ഒരു ഇതിൻ്റെ പേരാണ് അയൺ ലെഗിൻസ്. സോ ബാക്കി 13 ഉണ്ട്. തൽക്കാലം ഇത്ര തന്നെ മതി. ഇനി വേറെ എന്നാ പണിയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. സോ ഫസ്റ്റ് തന്നെ അയൺ പിക്കാക്സ് ഇരിക്കട്ടെ. എന്നൊരു രസമല്ലേ ഇതൊക്കെ എന്ത്. സോ ഇനി എല്ലാ ബേബി വില്ലേജേഴ്സും ഇങ്ങോട്ട് വരണമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. സോ ഇതും കൂടെ ഇവിടെ വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ഇവിടെ ഒട്ടിക്കണം. മൊത്തം ദാരിദ്ര്യത്തിലാണെന്ന്. ഇത് അനാർക്കി ആയിപ്പോൾ, എല്ലാം വേറെ വിഷയമില്ലായിരുന്നു. ഇപ്പം അനാർക്കി ആയതുകൊണ്ടായതേ ഉള്ളൂ, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. സോ ഇവിടെ കൂടെ കുറച്ച് ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാം. സോ ഇനി ഇതിൻ്റെ അകത്ത് വില്ലേജർ വന്ന് വീരേണ്ടതാണ്. സോ അത് ഇനി എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, പയ്യെ അത് നടക്കത്തുള്ളായിരിക്കും. സോ ഇപ്പം ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി ബാക്കി കുറേ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ. സോ നിങ്ങൾ മാക്സിമം കമൻറ്റ് ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഡെയിലി അങ്ങ് ഇരുളിൻ്റെ വീഡിയോ ആയിരിക്കും, അനാർക്കിയുടെ വീഡിയോ ആയിരിക്കും. സോ ഇവിടെ നിന്നും കുറേ കോളും പൊട്ടി. എൻ്റെ പേര് തന്നെ റെഡ് സ്റ്റോൺ, അതായത് റെഡ് സ്റ്റോൺ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നുണ്ട്. സോ ഇനി ക്യാരറ്റൊക്കെ അമ്മക്ക് ചെന്ന് കൊടുക്കണം, അത് വേറെ ഒരു പണിയാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ തലയുടെ മേളിൽ കയറാൻ വേണ്ടി ഒരു റൂട്ടും കൂടെ ഒന്ന് സെറ്റാക്കണം. സോ ഇനി അതെവിടെ നിന്ന് സെറ്റാക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. സോ ഇനി വെയിറ്റിംഗ് ആണ്. സോ അത് വെയിറ്റിംഗ് ആ കറക്റ്റ് സമയത്തിൽ ആയിക്കോളും. സോ ഇത് സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം. സോ വരി 1 മാർക്ക് ഇതാണ്. ബാക്കിയുള്ള പോർക്ക് ചോപ്പ് എടുക്കുക. ഫുഡിന് ഇപ്പം അത്യാവശ്യം ക്ഷാമം ഇല്ല. സോ അത് നമുക്ക് സെറ്റാക്കാം. എന്നെ വല്ല പശുവിനെയോ എന്തെങ്കിലും ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാം, അത് വേറെ വിഷയമൊന്നുമില്ല. മറ്റേ എൻറ്റിറ്റി ക്രാമിങ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാണാതിരിക്കത്തൊന്നുമില്ല. സോ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നന്നായിരുന്നു. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. സോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് ബൈ. ആൻഡ് ഓൾസോ ചാനൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കില്ല. എന്നാലേ നമ്മൾ ഇനി ഇരുൾ അനാർക്കിയുടെ അടുത്ത എപ്പിസോഡ് വരത്തുള്ളൂ. സോ അപ്പം ബൈ ബൈ.